നിന്നേ, ഇത് എവിടേക്കാ? ഒരു സ്ഥലം വരെ. സ്ഥലത്തിന് പേരില്ലേ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇതാണ് കുഴപ്പം. ഈ രഹസ്യം പറച്ചിലാണ് കുഴപ്പം. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ എങ്ങനെ വിവരം അറിയും? സ്വാമിക്ക് സംഭവിച്ച എന്തായാലും എനിക്ക് സംഭവിക്കില്ല സർ. അതോർത്ത് സാറ് വിഷമിക്കണ്ട. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. അനുസരിക്കേണ്ടതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കണ്ടല്ലോ സ്വാമിയുടെ കിടപ്പ്. അതുപോലൊന്നും സംഭവിക്കാതിരിക്കാനാ ഞാൻ ഓരോന്ന് പറയുന്നത്. സ്വാമിയെ സിദ്ധാർത്ഥൻ അയച്ച ആളുകളാണ് തല്ലിയെന്നല്ലേ സ്വാമി പറയുന്നത്? അങ്ങനെയാണെങ്കിൽ തന്നെ സിദ്ധാർത്ഥനെ കുറ്റം പറയാൻ പറ്റുമോ സർ? അത്രയ്ക്ക് വലിയ ദ്രോഹമല്ലേ സ്വാമി സിദ്ധാർത്ഥനോട് ചെയ്തത്? കുറെ കൂടി കൊടുക്കണമായിരുന്നു, അടിച്ച് നട്ടല്ലൊടിക്കണമായിരുന്നു. തിരിച്ചടിക്കാൻ സ്വാമിക്കും പറ്റും. ചിലപ്പോൾ ഇതിനേക്കാൾ നന്നായിട്ട് പറ്റും. അയാളത് ചെയ്യാത്തത് അയാളൊരു പാവമായതുകൊണ്ട് മാത്രമാണ്. കല്യാണം മുടക്കിയ ആളാ സ്വാമി, അതും കള്ളം പറഞ്ഞോണ്ട്. അങ്ങനെ ഒരാളെ പാവമായിട്ട് കാണാൻ എനിക്ക് ഏതായാലും പറ്റില്ല. ഞാനൊന്നും പറഞ്ഞതല്ല. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. മുൻവിധികളാണല്ലോ അധികവും. തൽക്കാലം ആ സിദ്ധാർത്ഥനായിട്ട് കുറച്ച് അകന്നു നിൽക്കുന്നതാണ് നല്ലത്. ഈ വീട് തിരിച്ചു കിട്ടിയത് ആ സിദ്ധാർത്ഥം കാരണോ? അതെന്താ ഡാഡി മറന്നത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് വെച്ചോ. പറ്റുമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യേ. അല്ല, എങ്ങോട്ടായി പോകുന്നത്? ആ ഇരുട്ടിനെയും പരുന്തിനെയും കാണണം. സത്യത്തില് അവരാണല്ലോ സ്വാമിയെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. ചില മുൻകരുതലുകളൊക്കെ എടുക്കാനുണ്ട്. പിന്നെ ആ ഫോണും പരിശോധിക്കണം. സാറ് വരുന്നത് കണ്ടതുകൊണ്ടാ സ്ഥലം ഞാൻ പറയാതിരുന്നത്. എന്നാ വേഗം പോയിട്ട് വാ. സൂക്ഷിക്കണേ. ധൈര്യമായിട്ടിരിക്കെ, ഒന്നും സംഭവിക്കില്ല. എന്താ സാറേ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? ഞാൻ സൈബർ സെല്ലിലെ എൻ്റെ ഒരു സുഹൃത്ത് വഴി ചില അന്വേഷണങ്ങളൊക്കെ നടത്തി. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കിട്ടിയത്. എന്താ സാറേ? സ്വാമിയുടെ കോൾ ലിസ്റ്റ് എടുക്കാൻ എനിക്ക് പറ്റി.